നമസ്കാരം, പ്ലസിലേക്ക് സ്വാഗതം. അങ്ങനെ ട്രംപിന്റെ ആജ്ഞകളെയൊക്കെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചുരുട്ടിയെറിഞ്ഞിരിക്കുന്നു. അതിനുള്ള മറുപടി പുടിനെ കൊണ്ട് തന്നെ പറയിപ്പിച്ചിരിക്കുന്നു. വളരെ സുപ്രധാനമായ ഒരു കൂടിക്കാഴ്ചയായിരുന്നു കഴിഞ്ഞ ദിവസം രാജ്യ തലസ്ഥാനത്തുണ്ടായത്. ലോകത്തിന്റെ മുഴുവൻ കഴുകൻ കണ്ണുകളും ഇന്ത്യയിലേക്ക്. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും തമ്മിൽ നടന്ന ആ കൂടിക്കാഴ്ച, ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടി, രണ്ടു രാജ്യങ്ങളും തമ്മിലുള്ള ദീർഘകാലത്തെ സൗഹൃദവും ഉഭയകക്ഷി ബന്ധത്തിൽ പുതിയ അധ്യായം തന്നെയാണ് കുറിച്ചിരിക്കുന്നത്. അതിൽ എടുത്തു പറയേണ്ട സാമ്പത്തിക സഹകരണം, ഊർജ്ജം, പ്രതിരോധം, രാജ്യസുരക്ഷ ഉൾപ്പെടെ വിവിധ മേഖലകളിൽ സുപ്രധാനമായ നിരവധി കരാറുകൾ, 8ഓളം കരാറുകളിൽ ധാരണയിലെത്തി. അതിൽ ഗുണകരമാകുന്നത് ഇരു രാജ്യങ്ങൾക്കും, അതിൽ ചങ്കിടുപേറുന്നത് അമേരിക്കയ്ക്കും അതുപോലെ തന്നെ പാകിസ്ഥാനും. പ്രതിരോധ പങ്കാളിത്തം തന്നെയാണ് ഇത്തവണയും കൂടുതൽ വർദ്ധിപ്പിക്കാനും വികസിപ്പിക്കാനും തീരുമാനിച്ചിരിക്കുന്നത്. പ്രത്യേക സൈനിക സാങ്കേതിക വിദ്യകളിൽ ഒരുമിച്ച് പ്രവർത്തിക്കാനും റഷ്യയുടെ സൈനിക സാങ്കേതിക വിദ്യ നമുക്ക് നൽകാനുമായി തീരുമാനമായിട്ടുണ്ട്. പ്രതിരോധ ഉൽപാദന പങ്കാളിത്തമടക്കം വികസിപ്പിച്ച് രണ്ടു രാജ്യങ്ങളും മുന്നേറാൻ വേണ്ടി തന്നെയാണ് $100 ബില്യൺ എന്ന ഇമ്പോർട്ട് എക്സ്പോർട്ട് കയറ്റുമതിയിലേക്കും ഇറക്കുമതിയിലേക്കും കടക്കാൻ വേണ്ടിയിട്ടുള്ള പ്രതിരോധ വ്യാവസായിക സഹകരണം അടക്കം ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നു. എടുത്തു പറയേണ്ടത് 2021 ശേഷം, ഉക്രൈൻ യുദ്ധം ആരംഭിച്ച ശേഷം പുടിൻ നടത്തിയ ആദ്യ ഇന്ത്യൻ സന്ദർശനം. ഇന്ത്യയുമായി തന്ത്രപരമായ ബന്ധം കൂടുതൽ ശക്തമാക്കുക എന്ന ലക്ഷ്യവും സന്ദേശവും ലോകരാജ്യങ്ങൾക്ക് നൽകുന്നു. S-400 അടക്കമുള്ള എയർ ഡിഫൻസ് സിസ്റ്റം പോലുള്ള നിർണായകമായ കരാറുകൾ രണ്ടു രാജ്യങ്ങളും പൂർത്തീകരിച്ചിരിക്കുന്നു. നിരവധി മിസൈലുകൾ, വ്യോമസേനയുടെ സുഖോയ് 30 MKI വിമാനങ്ങളുടെ നവീകരണം, ദീർഘദൂര R-37 RVV-BD മിസൈലുകൾ എന്നിവയുൾപ്പെടെ സുഖോയ് 57 5ാം തലമുറ യുദ്ധവിമാനമടക്കം ഇക്കൂട്ടത്തിൽ വന്നിരിക്കുന്നു. കൂടാതെ നൂതന ബ്രഹ്മോസ് മിസൈലുകളുടെ സംയുക്ത നിർമ്മാണവും ഇക്കൂട്ടത്തിൽ എടുത്തു പറയേണ്ട ഒരു വിഷയമാണ്. S-500 സംവിധാനത്തിന്റെ വിതരണം ഇപ്പോൾ സാധ്യമാണോ എന്ന കാര്യത്തിൽ കൂടി ചർച്ചകൾ നടക്കുന്നു. എന്നാൽ പുടിന്റെ ഈ ഇന്ത്യൻ സന്ദർശനത്തിൽ അമേരിക്കയ്ക്കുള്ള ആശങ്ക, ട്രംപിനുണ്ടായ നെഞ്ചെടുപ്പ്, അത് കൂട്ടിയതിന് പലവിധ കാരണങ്ങളുണ്ട്. പുടിന്റെ ഇന്ത്യ സന്ദർശനം ഇന്ത്യ റഷ്യ ബന്ധത്തിലെ ഒരു സുപ്രധാന നാഴികക്കല്ലായി വിദഗ്ധർ തന്നെ വിലയിരുത്തുമ്പോഴാണ് ഈ നീക്കത്തെ ആഗോളതലത്തിൽ, പ്രത്യേകിച്ച് അമേരിക്കൻ രാഷ്ട്രീയത്തിൽ വലിയ കോളിളക്കങ്ങൾ സൃഷ്ടിക്കുന്നത്, ആശങ്കകൾക്ക് വഴിയൊരുക്കുന്നത്. നമുക്ക് പറയേണ്ടത്, ഇന്ത്യ റഷ്യ പ്രതിരോധ കരാറുകൾ ഉറപ്പിക്കുമ്പോൾ, സാമ്പത്തിക ബന്ധം കൂടുതൽ ദൃഢമാക്കുമ്പോൾ ഇന്ത്യ അമേരിക്ക ബന്ധത്തിൽ ഒരുപക്ഷെ വിള്ളലുകൾ ഉണ്ടായേക്കും എന്നുള്ളതാണ്. നമുക്കറിയാം, 50% അധിക പിഴച്ചുങ്കം ഇന്ത്യക്ക് മേൽ ഏർപ്പെടുത്തിയത് റഷ്യയുമായി സൗഹൃദം സ്ഥാപിക്കുന്നത് കൊണ്ടാണ്, ഒരിക്കലും എണ്ണ വാങ്ങുന്നത് കൊണ്ടല്ല എന്ന് മനസ്സിലാക്കുക. അതിന് ഏഷ്യയിൽ ചൈനയ്ക്ക് ശേഷം വലിയൊരു ശക്തിയായി, സ്വയം പര്യാപ്തതയുടെ മുഖമുദ്രയായി ഇന്ത്യ വളർന്നു വരുമെന്ന ഭീതിയാണ് ഇതിന് പിന്നിലുള്ളത്. അതല്ലാതെ റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നതല്ല എന്ന് വേണം മനസ്സിലാക്കാൻ. പാകിസ്ഥാനും ഇതോടൊപ്പം തന്നെ ചങ്കെടുപ്പ് കൂട്ടും. ഓപ്പറേഷൻ സിന്ദൂറിൽ നമ്മൾ ഏവരും കണ്ടതാണ്, പാകിസ്ഥാന്റെ ഒരു മിസൈല് പോലും, ഒരു ഡ്രോണിന് പോലും ഇന്ത്യൻ വ്യോമാതിർത്തി കടക്കാനായി കഴിഞ്ഞിട്ടില്ല. S-400 എന്ന സുദർശന ചക്രം വലിയ തോതിൽ തന്നെ പ്രതിരോധം തീർത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ ഡോളർ തന്നെ വെല്ലുവിളി ഉയർത്തുന്ന രീതിയിലേക്കാണ് ഈ ബന്ധം മുന്നോട്ട് പോകുന്നത്. നമുക്കറിയാം, ബ്രിക്സുമായി ബന്ധപ്പെട്ട് ഈ പിഴച്ചുങ്കം മറ്റ് രാജ്യങ്ങൾക്കെതിരെ തീർത്തപ്പോൾ ബ്രിക്സ് കറൻസി പുറത്തിറക്കാനായി ഇന്ത്യയുടെ നേതൃത്വത്തിൽ തീരുമാനമായിരുന്നു. ASEAN ഉച്ചകോടിയിൽ ഇതിനെക്കുറിച്ചുള്ള ചർച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങും അതോടൊപ്പം തന്നെ പുടിനും ഉണ്ടായിരുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ടത്. ഇപ്പോൾ ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടിയിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഇനിയുള്ള കയറ്റിറക്കുമതികളിൽ ഈ പ്രതിരോധ വ്യാപാര മേഖലകളിൽ ഡോളറിനെ ഒഴിവാക്കി പകരം ഇന്ത്യൻ രൂപ, റഷ്യൻ റൂബിൾ വിനിമയം തന്നെയാണ് കൊണ്ടുവരാൻ തീരുമാനിക്കുന്നത്. അങ്ങനെ ഡോളറിന്റെ ആധിപത്യത്തിന് വലിയ തിരിച്ചടിയായി ഇത് മാറും. ഇന്നത്തെ ഒരു സാഹചര്യം പരിശോധിക്കുകയാണെങ്കിൽ, ഇന്ന് ഇന്ത്യക്കല്ല റഷ്യ ആവശ്യം, മറിച്ച് റഷ്യയ്ക്കാണ് നമ്മളെ ആവശ്യമെന്ന നിലയിലേക്ക് കടന്നിരിക്കുന്നു. വളരെ തന്ത്രപ്രധാനമായ ബന്ധം ഇതിലൂടെ കാത്തു സൂക്ഷിക്കുന്നു നാം. ഇൻഡോ പസഫിക് മേഖലയിൽ ചൈനയുടെ സ്വാധീനം വർദ്ധിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ ചൈനയെ പ്രതിരോധിക്കുന്നതിനും സന്തുലിതാവസ്ഥ അതുപോലെ നിലനിർത്താനുമായി ഇന്ത്യയുടെ സഹകരണം ഏറ്റവും അധികം ആവശ്യമുള്ളത് അമേരിക്കയ്ക്കാണ്. അതുകൊണ്ട് ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് ഇന്ത്യയെ പിണക്കാൻ അമേരിക്കയ്ക്ക് കഴിയില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. എത്രത്തോളം പിണക്കുന്നുവോ അത്രത്തോളം അത് ഉപയോഗപ്പെടുത്താനായി റഷ്യ മുന്നിട്ട് നിൽക്കുന്നുണ്ട്. ഒരുപക്ഷെ ട്രംപിനോട് തന്നെയാണ് നന്ദി പറയേണ്ടത്. ചൈനയുമായി ഉണ്ടായിരുന്ന ഏറെ വർഷം നീണ്ടുനിന്ന അതിർത്തി പ്രശ്നവും മറ്റുമൊക്കെ ഞൊടിയിടയിൽ പരിഹരിക്കാനായി സാധിച്ചത് ട്രംപിന്റെ കടന്നുവരവാണ്, ട്രംപിന്റെ താരിഫ് തന്നെയായിരുന്നു. ചൈനയെ ഞെരുക്കാനായി ശ്രമിച്ചപ്പോൾ ചൈന അടുത്തത് ഇന്ത്യയോടായിരുന്നു. ഇനി ഇന്ത്യ ആകട്ടെ അമേരിക്കയുടെ പ്രധാന തന്ത്രപരമായ പങ്കാളിയായിരിക്കെ
റഷ്യയോടുള്ള ഇന്ത്യയുടെ നിലപാട്, വർദ്ധിച്ചു വരുന്ന റഷ്യൻ എണ്ണ, ആയുധ ഇറക്കുമതി, ഇതൊക്കെ തന്നെ അമേരിക്ക അലട്ടുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇനി റഷ്യൻ സ്വാധീനം ഇനി കൂടിക്കഴിഞ്ഞാൽ ഇന്ത്യയെ ക്വാഡ് പോലെയുള്ള അമേരിക്കൻ കൂട്ടായ്മകളിൽ നിന്നും അകറ്റുമോ എന്ന ഭയമടക്കം അമേരിക്ക പങ്കുവെക്കുന്നു. ഉക്രൈൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ റഷ്യയെ ഒറ്റപ്പെടുത്താനുള്ള ആഗോള ശ്രമങ്ങൾക്ക് ഈ സന്ദേശം തന്നെ ഒരു തിരിച്ചടിയായി മാറുകയാണ്. യുദ്ധം അവസാനിപ്പിക്കാനുള്ള സമാധാന ചർച്ചകളിൽ മധ്യസ്ഥന്റെ പങ്കുവഹിക്കാൻ ഇന്ത്യക്ക് സാധിക്കുമെന്ന പൊതുവെയുള്ള വിലയിരുത്തലും ഇക്കൂട്ടത്തിൽ എടുത്തു പറയേണ്ട ഒരു വിഷയം തന്നെയാണ്. അതിനുവേണ്ടി ശക്തമായി തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുടിനോട് ആവശ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഇനി സമ്പദ് വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട കരാറുകളാണ് ഈ കൂട്ടത്തിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. ഇന്ത്യ റഷ്യ സാമ്പത്തിക സഹകരണ പദ്ധതി 2030 ഇതിൽ പ്രധാനപ്പെട്ടത്. 2030 വരെയുള്ള ദീർഘകാലത്തേക്കുള്ള ഉഭയകക്ഷി വ്യാപാര നിക്ഷേപ പദ്ധതിയുടെ സമഗ്രമായൊരു രൂപരേഖ ഇതുതന്നെയാണ് ഇപ്പോൾ അവതരിപ്പിച്ചത്. വാർഷിക ഉഭയകക്ഷി വ്യാപാരം $100 ബില്യൺ ഉയർത്തുമെന്ന് പുടിന്റെ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം നടത്തിയ പ്രസ്താവനയിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട്. തൊഴിൽ മേഖലയിലും സുപ്രധാന ധാരണയായിട്ടുണ്ട്. അതിൽ ഇന്ത്യൻ തൊഴിലാളികൾക്ക് റഷ്യയിൽ കൂടുതൽ തൊഴിൽ അവസരങ്ങൾ സൃഷ്ടിക്കാനുള്ള കരാർ, അതുപോലെ തന്നെ ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് റഷ്യയിൽ പഠിക്കാനുള്ള അവസരം, അവരുടെ സുരക്ഷ ഉറപ്പാക്കൽ, റിക്രൂട്ട്മെന്റ് മാനദണ്ഡങ്ങൾ, ആവശ്യമായ പരിശീലനം കൊടുക്കൽ, അങ്ങനെ നിരവധി വിഷയങ്ങൾ ഈ കരാറിന് പിന്നിൽ വരുന്നുണ്ട്. ഇനി അടുത്തതായി പറയുകയാണെങ്കിൽ കൂടംകുളം ആണവ നിലയം അടക്കം പ്രതിപാദിക്കുന്ന രീതിയിൽ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ സംസാരിച്ചിരുന്നു. ഊർജം, പ്രതിരോധം, സുരക്ഷാ മേഖലകളിലെ സഹകരണം അത് പുതിയ തലങ്ങളിലേക്ക് ഉയർത്താൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇന്ത്യക്ക് എണ്ണ നൽകുന്ന കാര്യത്തിൽ തടസ്സമില്ലാതെ അത് പൂർത്തീകരിക്കും, അതിന് പ്രതിജ്ഞാബദ്ധമാണ് റഷ്യ എന്നുള്ള ഉറപ്പ് അദ്ദേഹം നൽകി കഴിഞ്ഞിരിക്കുന്നു. മലയാളി വാർത്ത പ്ലസ്, ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.